ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്ലീറ്റഡ് നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അതൊക്കെ കണ്ടു നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയാനും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ 290 നൈറ്റി ബിറ്റാണ് നൈറ്റി സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് 4 മടക്കി ഇട്ടെടുക്കണം. ഇവിടെ നമ്മൾ തുണി ചീത്തവശം പുറമേ ആവുന്ന രീതിയിൽ മടക്കി ഇട്ടെടുക്കുകയാണ്. ആദ്യം തുണിയുടെ വീതി വശത്തേക്ക് ഇങ്ങനെ ഒന്ന് 2 മടക്കി എടുത്തേക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ നീളവശത്തേക്ക് ഒപ്പത്തിന് ഒരുപോലെ 2 മടക്കി ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിവിടെ തുണി 4 മടക്കി എടുത്തിട്ടുണ്ട്. ചെസ്റ്റ് സൈസ് 40 പ്ലീറ്റഡ് നൈറ്റിയാണ് നമ്മളിവിടെ ഇന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഷോൾഡർ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ മടക്കുവശം ഇപ്പം നമ്മുടെ നേർക്കാണ്. മടക്കുവശത്തു നിന്ന് ഷോൾഡർ 7 ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 7 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് താഴേക്ക് നമുക്ക് ആം ഹോളിൻ്റെ ലെങ്ത് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നീട് നമുക്ക് ഈ മടക്ക് വശത്തു നിന്നും യോക്കിൻ്റെ ലെങ്ത് 10 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് ഈ 10 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റും നമ്മൾ ഇവിടെ ആം ഹോളിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത പോയിൻറ്റും കൂടെ ചേർത്ത് ഇങ്ങനെയൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ഈ ഷോൾഡറിൻ്റെ ഈ പോയിൻറ്റും ചേർത്ത് നമ്മളിങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഒന്നുകൂടി പറയാം. ആദ്യം നമ്മളിവിടെ 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് ആം ഹോൾ ലെങ്ത് 8 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നീട് ഇപ്പുറ വശത്ത് മടക്കുവശത്തായിട്ട് നമുക്ക് യോക്ക് ലെങ്ത് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ പോയിൻറ്റുകൾ ചേർത്ത് നമ്മളിങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ആയിട്ട് സ്ലീവ് മാർക്ക് ചെയ്തെടുക്കാം. സ്ലീവ് ലെങ്ത് നമ്മളിവിടെ നിന്നും 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. സ്ലീവ് ലെങ്ത് അവിടെ നിന്നും താഴേക്ക് നമുക്ക് 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നീട് ഈ 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നീക്കി നമുക്കൊരു 3.5 ഇഞ്ച് ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് ഈ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്നും നമുക്ക് ടേപ്പ് മുകളിൽ നിന്നും പിടിച്ച് 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഒന്നുകൂടെ പറയാം. സ്ലീവിൻ്റെ ലെങ്ത് 7 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്ത് ആ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്നും താഴേക്ക് നമ്മൾ 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നീക്കി നമ്മളൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നീട് ഇവിടെ നിന്ന് 3.5 ഇഞ്ചിൽ കൂടെ നമുക്ക് ലെങ്ത് 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് സ്ലീവ് ഓപ്പൺ റൗണ്ട് 6.5 ഇഞ്ച് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കാദ്യം ഈ പോയിൻറ്റുകൾ ചേർത്ത് ഇങ്ങനെ ഒന്ന് വരച്ചു. പിന്നീട് നമ്മൾ 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് ഇങ്ങനെ വരച്ചു. സ്ലീവ് ഓപ്പൺ റൗണ്ട് എത്രയാണ് മാർക്ക് ചെയ്തത്. ഇപ്പോൾ നമുക്കിവിടെ സ്ലീവ് കിട്ടിയിട്ടുണ്ട്. ഇത് യോക്ക് പാർട്ടാണ്, ഇത് സ്ലീവും ആണ്. ഇനി നമുക്കിവിടെ ഇന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കണം. പിന്നീട് ഇവിടെ എത്രയാണെന്നൊന്ന് അളന്ന് നോക്കണം. ഇവിടെ 4 ഇഞ്ചാണ്. അതേ 4 ഇഞ്ച് നമുക്ക് ഇങ്ങോട്ടും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വരച്ചതിലൂടെ ആദ്യം സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. പിന്നെ യോക്ക് പാർട്ട് കട്ട് ചെയ്യണം. പിന്നെ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് യോക്ക് പാർട്ടാണ്, ബോഡി പാർട്ട്. ഇതിനെ നമുക്കിനി ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒന്നിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനെ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം, ഫ്രണ്ട് പീസും ബാക്ക് പീസിനെയും. അപ്പം
2 പീസായിട്ടുണ്ട്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള പീസാണ്. ഇനി നമുക്കിതിലേക്ക് നെക്കൊക്കെ മാർക്ക് ചെയ്തെടുക്കണം. ബാക്ക് നെക്ക് വിട്ട് 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്ക് നെക്ക് ലെങ്ത് 3 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് വീണ്ടും 2.25 ഇഞ്ച് ഒന്നുകൂടെ മാർക്ക് ചെയ്ത് അവിടെ ഒരു ബോക്സ് പോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ റൗണ്ട് നെക്കാണ് ബാക്ക് നെക്കിൽ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിവിടെ ബാക്ക് നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് യോക്ക് പാർട്ടിൽ. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഫ്രണ്ട് നെക്ക് ഞാൻ ലൈനിങ് പീസിലേക്ക് ഇത് കൂട്ടത്തെ ഒരു തുണിയിലേക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ക്രോസ് പീസ് ഉപയോഗിച്ചും ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ തുണി ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെക്ക് വിട്ട് നെക്ക് ലെങ്തും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്കിവിടെ ഒന്ന് ലെവലാക്കി വരച്ച് കൊടുക്കണം. ഇവിടെ നെക്ക് വിട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ക്രോസ് പീസ് ഉപയോഗിച്ചാണ് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 2.25 ഇഞ്ച് മാർക്ക് ചെയ്തത്. ഇവിടെ നമ്മൾ ഈ വരച്ച് ഇതിലേക്കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതുകൊണ്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്ക് ലെങ്ത് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നീക്കി 2.5 ഇഞ്ച് ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു ബോക്സ് പോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്കിവിടെ ഈ നെക്ക് സ്ക്വയർ വരച്ചല്ലോ, അതിനകത്ത് ഏത് നെക്കാണോ വരയ്ക്കുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഇങ്ങനെ ഒന്ന് ചരിച്ചൊന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇങ്ങനത്തെ ഷേപ്പിലുള്ളൊരു നെക്കാണ്. ഇനി ചുറ്റിനും 1.5 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ മാർക്ക് ചെയ്ത് അവിടെ നിന്നാണ് നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തെല്ലാം കൂടെ ജോയിൻ്റ് ചെയ്തിങ്ങനെ വരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ ചോക്കിൻ്റെ പാട് അപ്പുറത്തേക്കും കൂടെ കിട്ടുന്നതിനായിട്ട് ഒപ്പത്തിന് വെച്ചൊന്ന് കൈകൊണ്ടൊന്ന് തേച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ചോക്കിൻ്റെ പാട് ചെറുതായിട്ട് ഇപ്പുറത്തേക്കും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡ് വശം ഒന്ന് രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി ചുറ്റിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ 3 വശവും മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ ഇതിൻ്റെ 3 വശവും മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് യോക്ക് പാർട്ടാണിത്. ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതിങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ ആ വരച്ചതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അങ്ങനെ ഇവിടെ വരച്ചതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 ഇഞ്ച് നിർത്തി ബാലൻസ് ഉള്ള ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റണം. ഇനി ചുറ്റിനും ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുകയാണ്. സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ വേണം നമ്മൾ കട്ടിങ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ പീസിനെ ഉള്ളിലേക്ക് വെച്ച് മടക്കി വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം.
ഉള്ളിലേക്ക് മടക്കി വെച്ച് അരികിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. പിന്നെ 1/2 ഇഞ്ച് നീക്കി ഒരു സ്റ്റിച്ചും കൂടെ ഇട്ടെടുക്കണം. അങ്ങനെ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് ക്രോസ് പീസ് ഉപയോഗിച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. എങ്ങനെയാണ് ക്രോസ് പീസ് കട്ട് ചെയ്യുന്നതെന്ന് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളതൊക്കെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ കാർഡിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് ക്രോസ് പീസ് ഉപയോഗിച്ച് ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അങ്ങനെ ഇവിടെ ബാക്ക് നെക്കിൻ്റെ ഇവിടെ ക്രോസ് പീസ് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രോസ് പീസ് ഉള്ളിലേക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടില്ല. ഇനി നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ ചേർത്ത് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് ബാക്ക് പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഇതുപോലെ ഒരേപോലെ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തതിന് ശേഷം ഈ ക്രോസ് പീസ് ഫ്രണ്ട് പീസിൻ്റെ ചീത്ത വശത്തേക്ക് ഇങ്ങനെ വെച്ച് 1/2 ഇഞ്ച് വീതിയിൽ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പുറത്തെ വശത്തെയും ബാക്ക് പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഇതുപോലെ നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ക്രോസ് പീസ് ഫ്രണ്ട് പീസിൻ്റെ ചീത്ത വശത്തിൻ്റെ മുകളിലേക്ക് വെച്ച് 1 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ നമുക്ക് ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം ഈ ക്രോസ് പീസിനെ ഉള്ളിലേക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും കൂടെ ചെയ്യണം. അങ്ങനെ ഇവിടെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത സ്ലീവ് ഈ ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ബോഡി പാർട്ടിലേക്ക് സ്ലീവ് 2 സ്ലീവ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. 1/2 ഇഞ്ച് വീതിയിൽ ഇവിടേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ നിവർത്തിയിടാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഇവിടെ നമ്മൾ സ്ലീവും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി പാർട്ടിലേക്ക് സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ചെറിയ പ്ലീറ്റ്സ് ഇട്ട് വേണം അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇവിടെ നമ്മൾ സ്ലീവിൻ്റെ ഇവിടെ നിന്നും നീക്കി നമ്മളൊരു ചരിച്ച് ഇവിടെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെയായിട്ട് ഈ സ്കേർട്ട് പാർട്ടിൽ വരുന്ന അവിടെ ഒരുപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം ബാലൻസ് ഉള്ള തുണികൾ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് ഇട്ടെടുക്കണം. ഇവിടേക്ക് ബോഡി പാർട്ടുമായിട്ട് അങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കണം. ഇവിടെ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്തങ്ങ് നോർമൽ സ്റ്റിച്ചിട്ട് കൊടുത്ത് എടുക്കുകയാണ്. ബാക്കി ഇങ്ങോട്ട് പ്ലീറ്റ്സ് ഇട്ട് അതുപോലെ തന്നെ അപ്പുറത്തെ സ്ലീവിലും ഈ വെട്ടുഭാഗം വരുമ്പോൾ ഒരുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതായത് സെൻറ്റർ ഭാഗത്ത് മാത്രമാണ് പ്ലീറ്റ്സ് വരുന്നത്. 2 സ്ലീവിൻ്റെയും ബാക്കിയായിട്ട് ഇങ്ങനൊരു വെട്ട് പോലെ വരുന്നുണ്ട്. അത് കറക്റ്റ് സ്കേർട്ട് പാർട്ടിലും അങ്ങനെ ഒരു വെട്ട് വരുന്നുണ്ട്. അത് ഒരുപോലെ വരുന്ന രീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ബാലൻസ് ഇങ്ങോട്ടും പ്ലീറ്റ്സ് ഇട്ടെടുക്കണം. ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ വരെ നോർമൽ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ഇവിടെയും പ്ലീറ്റ്സ് ഇട്ടെടുക്കണം. ഇതുപോലെ തന്നെ ബാക്ക് വശത്തും ഇതുപോലെ തന്നെ പ്ലീറ്റ്സ് ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട്. സൈഡ് ജോയിൻറ്റ് ചെയ്തു. താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ പ്ലീറ്റഡ് നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.